മിത്രലാഭം. അങ്ങനെ രാമനും ലക്ഷ്മണനും ശബരിയുടെ അഗാധമായ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ദേഹം വെടിയുന്ന അവരുടെ ആത്മാവിനെ ആനന്ദപൂർണമാക്കുകയും ചെയ്തു. വൃദ്ധയായ മോക്ഷാർത്ഥിനി ശബരിയുടെ അമേയമായ അർപ്പണത്തെയും ഭക്തിയെയും സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് അവർ 2 യുവസിംഹങ്ങളെപ്പോലെ കാട്ടിലൂടെ നടന്നു നീങ്ങി. താമസിയാതെ അവർ ഋഷ്യമൂകാചലത്തിന്റെ അടുത്തെത്തി. ആ മലനിരയിലൂടെ കുന്നുകൾക്കിടയിൽ സുഗ്രീവൻ മന്ത്രിമാരോടും സ്തുതിപാഠകരോടും കൂടി അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. കുന്നുകളുടെ സമീപത്തേക്ക് നടന്നുവരുന്ന ആ 2 സഹോദരന്മാരെ സുഗ്രീവൻ കണ്ടു. അവരുടെ കുലീനഭാവവും കാൽ നീട്ടിവെച്ചുകൊണ്ടുള്ള ശക്തിയോടുകൂടിയ നടത്തവും കണ്ട് സുഗ്രീവൻ അത്ഭുതപ്പെട്ടു. അവർ ദേവാംശസംഭൂതന്മാരാണെന്ന് അദ്ദേഹത്തിനു തോന്നി. തന്റെ വാസസ്ഥാനത്തെ സമീപിക്കുന്ന അപരിചിതന്മാരെ സുഗ്രീവൻ എപ്പോഴും ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാറുണ്ട്. കാരണം തന്റെ ജ്യേഷ്ഠൻ ബാലി തന്നെ തേടിയെത്തി വധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ചെകുത്താനായ പരുക്കൻ പാറകൾക്കിടയിലുള്ള തന്റെ താമസസ്ഥലത്തേക്കുള്ള എല്ലാ വഴികളിലും സുഗ്രീവന്റെ ദൃഷ്ടികൾ പതിഞ്ഞിരുന്നു. ഈ 2 അപരിചിതന്മാരുടെ നടപ്പിന്റെ രീതിയും ഭാവവും കണ്ട് അദ്ദേഹം ഭയന്നു. അവർ ആരാണെന്നും അവരുടെ ലക്ഷ്യമെന്താണെന്നും അന്വേഷിച്ചറിയുവാൻ സുഗ്രീവൻ ഉത്കണ്ഠനായി. അദ്ദേഹം ഹനുമാനെ വിളിച്ചുവരുത്തി പറഞ്ഞു, ശക്തനായ വീരാ, ഉജ്ജ്വലപ്രകാശം ചൊരിഞ്ഞുകൊണ്ടുവരുന്ന അവരെ കണ്ടോ? ഇനി താമസിക്കരുത്. വേഗം പോകൂ. അവർ ആരാണെന്നും എന്തിനു വന്നുവെന്നും എവിടെനിന്ന് വരുന്നുവെന്നും അന്വേഷിക്കൂ. കഴിഞ്ഞത്ര വിവരം ശേഖരിച്ചുകൊണ്ടുവരൂ. അവർ ബാലിനാൽ പെട്ടവരാണെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരടയാളം കാണിക്കൂ. ഞാനും കാത്തിരിക്കും. തല നെഞ്ചിലേക്ക് കുനിച്ചാൽ മതി. അതാണടയാളം. അതു കണ്ടാൽ ഞാനുടനെ ഈ പർവ്വതം വിട്ടു മറ്റൊന്നിലേക്ക് മാറും. യാദൃച്ഛികമായുണ്ടായേക്കാവുന്ന എല്ലാ അവസ്ഥകളെയും അത് നേരിടുന്നതിനുള്ള പല നിർദ്ദേശങ്ങളും സുഗ്രീവൻ ഹനുമാന് നൽകി. ഹനുമാൻ അതിവേഗം അപരിചിതരുടെ അരികിലെത്തി. വലിയ ആദരവോടെ ആഞ്ജനേയൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഹനുമാൻ പറഞ്ഞു, അതിശ്രേഷ്ഠമായി പ്രശോഭിക്കുന്നവരെ, ഭവാന്മാർ എന്നിൽ ആശ്ചര്യവും ജിജ്ഞാസയും ഉണർത്തുന്നു. ഭവാന്മാരുടെ രമണീയ രൂപങ്ങൾ ഒരു സാധാരണമായ അഭിലാഷത്തോടെ എന്റെ മനസ്സിനെ ആകർഷിക്കുന്നു. ഭവാന്മാർ വളരെ ചെറുപ്പവും നിഷ്കളങ്കതയും ഉള്ളവരായി തോന്നുന്നു. തീർച്ചയായും നിങ്ങൾ കേവലപുരുഷന്മാരല്ല. അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലേക്ക് വന്ന നരനാരായണന്മാരോ എന്ന് സംശയിക്കുന്നു. സേവകരോ വഴികാട്ടികളോ കൂടെയില്ലാതെ നിങ്ങൾ ഈ കാട്ടിൽ കൂടി എന്തിനാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാമോ? വളരെ വിനയത്തോടും ആദരവോടും കൂടിയാണ് ഹനുമാൻ അവരോട് ചോദിച്ചത്. ഹനുമാന്റെ ഭക്തിയും വിനയവും രാമൻ വിലയിരുത്തി. മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തു മന്ദഹാസം കളിയാടിയിരുന്നു. അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് ഞങ്ങൾ. പിതാവിന്റെ ആഗ്രഹമനുസരിച്ചാണ് ഞങ്ങളീ വനത്തിലേക്ക് പ്രവേശിച്ചത്. ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണൻ. എന്റെ പേര് രാമൻ. എന്റെ പത്നിയും ഞങ്ങളോടൊപ്പം വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ പഞ്ചവടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങളിരുവരും പർണശാലയിലില്ലാതിരുന്ന ഘട്ടത്തിൽ ഏതോ രാക്ഷസന്മാർ ദേവിയെ അപഹരിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്ത് സീതയെ തിരയുകയാണ്. സീതയെ വീണ്ടെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാമൻ യാതൊരു മടിയുമില്ലാതെ ആ കുനിൻപ്രദേശത്ത് തങ്ങളുടെ സാന്നിധ്യത്തിനുള്ള കാരണം വ്യക്തമായി വെളിപ്പെടുത്തി. രാമൻ പറഞ്ഞു, എന്റെ പൂർവ്വവൃത്താന്തങ്ങളും കഥയും ഞാൻ പറഞ്ഞുകഴിഞ്ഞു. ഇനി നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും അറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. ആ സഹോദരന്മാർ തന്റെ സ്വന്തം അധിനായകന്മാരാണെന്നോ ഹനുമാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്റെ ബഹുമാനം അറിയിക്കുന്നതിനുവേണ്ടി വീണ്ടും അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. എഴുന്നേറ്റ് അവരുടെ സന്നിധിയിൽ ഒരു ഭാഗത്തേക്ക് മാറി ഭക്തിയോടെയും ആനന്ദത്തിന്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ഒടുവിൽ ധൈര്യം സമാഹരിച്ചുകൊണ്ട് കൈകൂപ്പിയിടറുന്ന സ്വരത്തിൽ ഹനുമാൻ പറഞ്ഞു, സ്വാമി, ഞാനൊരു മന്ദനും അജ്ഞനുമാണ്. ഞാൻ ഇപ്രകാരം ചോദ്യം ചെയ്യാനുള്ള കാരണം അതാണ്. എന്റെ അധികാതവും വിഡ്ഢിത്തവും പൊറുക്കണേ. അല്ലയോ രാജാധിരാജ, സാധാരണ മനുഷ്യരെപ്പോലെ അവിടുന്നെന്റെ പൂർവ്വവൃത്താന്തവും ഇപ്പോഴത്തെ സ്ഥിതിയും അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത് ന്യായമാണോ? അവിടുത്തെ മായാശക്തിയുടെ സ്വാധീനം മൂലം അങ്ങാരെയാണെന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്വാമി, അവിടുന്ന് സർവശക്തനും അജയ്യനുമാണ്. ദൂതൻ യജമാനന്റെയോ പ്രഭുവിന്റെയോ നിലയിലെങ്ങനെയാവാൻ കഴിയും? അവിടുത്തെ തന്ത്രത്താലും സൂത്രത്താലും സർവ്വജീവികളും അധീനപ്പെടുത്തപ്പെട്ടവരും വ്യാമോഹിതരുമാണ്. എന്റെ സ്വാമി സാക്ഷിയായതുകൊണ്ടുള്ള ഒരു പ്രസ്താവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വാമിയെ ആരാധിക്കുന്നതിലപ്പുറം ഒരു പ്രവർത്തനം ഞാൻ അറിയുന്നില്ല. സേവകൻ സ്വാമിയാൽ പാലിക്കപ്പെടുകയും കാത്തുസൂക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ എന്തിനു പേടിക്കണം? സ്വാമിയുടെ പരാക്രമമാണ് സേവകന്റെ പരിച. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു. ഹനുമാന്റെ ദർശനത്തിൽ രാമൻ അത്യന്തം സന്തുഷ്ടനായി. അവിടുന്ന് ഹനുമാനെ ആശ്ലേഷിച്ചു. നീ ലക്ഷ്മണനെപ്പോലെ എനിക്ക് പ്രിയനാണ്. രാമൻ ഹനുമാനെ അടുത്ത് പിടിച്ചു നിർത്തി പ്രേമപൂർവ്വം തഴുകി.
ശിരസ്തലോടി ഫാലപ്രദേശവും മുഖവും മൃദുവായി സ്പർശിച്ചുകൊണ്ട് ലാളിച്ചു. രാമൻ പറഞ്ഞു, ഹനുമാൻ, എന്നെ സേവിക്കുന്നവരും സേവനമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്ന് ചിന്തിക്കുന്നവരും ആയ ഭക്തന്മാരിൽ ഞാൻ എന്റെ പ്രേമം വർഷിക്കുന്നു. ഇതുകേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, സ്വാമി, വനരാജാവായ സുഗ്രീവൻ പല പരിതസ്ഥിതികളിലും ജ്യേഷ്ഠനായ ബാലിയുടെ ശത്രുതയ്ക്ക് വിഷയമായിരിക്കുന്നു. അദ്ദേഹം രാജ്യഭ്രഷ്ടനായി നാട്ടിൽ നിന്നും ഓടിക്കപ്പെട്ട് ഈ കാട്ടിൽ താമസിക്കുകയാണ്. അദ്ദേഹവും അവിടുത്തെ സേവകനാണ്. അദ്ദേഹത്തെ അനുഗ്രഹിച്ചാലും അവമതിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചാലും ലക്ഷക്കണക്കിൽ വാനരന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു. സീതാന്വേഷണം നടത്താനുള്ള പ്രാപ്തിയും അധികാരശക്തിയും അദ്ദേഹത്തിനുണ്ട്. വാനരന്മാരുടെ രാജാവാണദ്ദേഹം. ആ ഉദ്യമത്തിൽ അദ്ദേഹത്തിനും വിജയം നേടാൻ കഴിയും. സുഗ്രീവന്റെ അനേകവിധമുള്ള വൈശിഷ്ട്യങ്ങളെയും പ്രാപ്തികങ്ങളെയും പറ്റി വിശദമായി പറഞ്ഞുകേൾപ്പിച്ച് സുഗ്രീവനുമായി മൈത്രിയിലാകാൻ ഹനുമാൻ രാമനെ പ്രേരിപ്പിച്ചു. രാമൻ അതിനു സമ്മതിച്ചു. ഹനുമാൻ സുഗ്രീവനുള്ള മലനിരയുടെ മുകളിലേക്ക് രാമലക്ഷ്മണന്മാരെ ചുമലിലേറ്റി യാത്രയായി. രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ സുഗ്രീവൻ സന്തുഷ്ടനായി. രാമൻ കാട്ടിലേക്ക് വന്നത് തന്റെ സമീപമെത്തിയത് തന്നെ അനുഗ്രഹിക്കാനാണെന്ന് സുഗ്രീവൻ തോന്നി. അവർ സംസാരിച്ചും പരസ്പരം സഹാനുഭൂതി പ്രദർശിപ്പിച്ചും ഓരോരുത്തരുടെയും കഷ്ടാവസ്ഥയെ വിലയിരുത്തി. സഖിത്വത്തിന്റെ സാമാന്യമായ സ്നേഹപാശത്താൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായി തോന്നി. സുഗ്രീവൻ രാമന്റെയും ലക്ഷ്മണന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചു. ആദരപൂർവമായ ആതിഥ്യമർപ്പിച്ചു. കരുണാർദ്രതയുടെ മൂർത്തിമദ്ഭാവമായ രാമൻ വാനരരാജാവിന്റെ ഭയത്തെ നശിപ്പിക്കുമെന്നും കഷ്ടപ്പാടുകൾ തീർക്കുമെന്നും ഉറപ്പുകൊടുത്തു. രാമനുവേണ്ടി സർവ്വവും, തന്റെ ജീവൻ പോലും ത്യജിക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്തു. ഈ അനശ്വര സഖ്യം യഥാവിധി നടന്നത് അഗ്നിസാക്ഷിയായിട്ടായിരുന്നു. കാരണം എല്ലാ ജീവികളുടെയും ഹൃദയത്തിലും അഗ്നി ചൂടായും പ്രകാശമായും സ്ഥിതിചെയ്യുന്നു. അവബോധമണ്ഡലത്തിൽ സ്ഥിതിചെയ്യുന്ന അഗ്നി ഈ സഖ്യത്തെ ബാധിച്ചേക്കാവുന്ന ചഞ്ചലതയെയും അനുസരണയില്ലായ്മയെയും സമൂലം ദഹിപ്പിച്ചുകളയും. വാസ്തവത്തിൽ അഗ്നിയാണ് രാമായണത്തിന്റെ മുഖ്യഘടകം. യാഗാഗ്നിയിൽ നിന്നും അഗ്നിഭഗവാൻ കൊണ്ടുവന്ന അമൃതതുല്യമായ പായസത്തിൽ നിന്നാണ് രാമൻ ജന്മം കൊണ്ടത്. സീതാരാമനെ പരിണയിച്ചത് അഗ്നിസാക്ഷിയായിട്ടാണ്. ലങ്ക അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടു. രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നതിനു മുമ്പ് സൂക്ഷ്മസ്ഥിതമായ സീതാതത്വം അഗ്നിയിലാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. രാമരാവണയുദ്ധം അവസാനിച്ച് രാമൻ വിജയിയായതോടെ സീതയെ അഗ്നിയിൽ നിന്നാണ് വീണ്ടെടുത്തത്. ഇവയിൽ നിന്നെല്ലാം സുചിതമായ വസ്തുത അഗ്നിയുമായുള്ള ഓരോ ബന്ധവും രാമന്റെ ഹൃദയം ശുദ്ധീകരിക്കുകയും ദൂഷണരഹിതമാക്കുകയും ചെയ്തുവെന്നുള്ളതാണ്. കാരണം രാമൻ പരമജ്ഞാനത്തിന്റെയും പരമധർമ്മത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് സുഗ്രീവനുമായുള്ള സഖ്യവും അഗ്നിസാക്ഷിയായി സ്ഥിരീകരിക്കുകയും പവിത്രീകൃതമാക്കുകയും ചെയ്തു. ലക്ഷ്മണൻ രാമനെ സംബന്ധിച്ച സത്യവും അവതാരത്തിന്റെ ലക്ഷ്യവും സുഗ്രീവന് വിവരിച്ചുകൊടുത്തു. അത് സുഗ്രീവന്റെ വിശ്വാസം ശക്തിപ്പെടുത്താനും സത്യം ദൃഢമാക്കാനും ശ്രമിച്ചു. അദ്ദേഹം സീതയെയും അവരുടെ ദിവ്യതയും സംബന്ധിച്ചും സുഗ്രീവൻ വിവരിച്ചുകൊടുത്തു. അവർ മിഥിലാ രാജാവിന്റെ പുത്രിയാണ്. അതുകൊണ്ട് അക്ഷീണമായ മനനം അല്ലെങ്കിൽ സാധനകൊണ്ടു മാത്രമേ അവരെയും അവരുടെ അനുഗ്രഹവും നേടാൻ കഴിയൂ. ഇതുകേട്ട് സുഗ്രീവൻ തീവ്രമായ പാപശ്ചാത്താപത്താൽ കണ്ണീർ പൊഴിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഒരു ദിവസം ഞാൻ എന്റെ മന്ത്രിമാരുമായി കാര്യവിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തിൽ നിന്ന് രാമ രാമ എന്ന വിലാപം കേട്ടു. ഞങ്ങൾ ഈ അസാധാരണമായ രംഗം ദർശിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ നിന്നേടത്തേക്ക് വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു കെട്ട് എറിയപ്പെടുകയുണ്ടായി. അത് ആഭരണങ്ങളുടെ ഭാണ്ഡമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് അവികലവും സുരക്ഷിതവുമായ വിധം സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട്. രാവണൻ എന്ന രാക്ഷസൻ അവരെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. കാരണം രാവണൻ ചെയ്തിട്ടില്ലാത്ത അധർമ്മങ്ങളൊന്നുമില്ല. ഈ ഘോരവൻ പല്ലുനെരിച്ചു. ആഭരണങ്ങളുടെ പൊതി കാണാൻ രാമൻ ആഗ്രഹിച്ചു. ഉടൻ സുഗ്രീവൻ തന്നെ എഴുന്നേറ്റുപോയി ഗുഹയിൽ നിന്നുവച്ചു. കൈകേയി സീതയ്ക്ക് നൽകിയ മരവുരിയുടെ ഒരു കഷണത്തിലായിരുന്നു ആഭരണങ്ങൾ കെട്ടിപ്പൊതിഞ്ഞിരുന്നത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ കണ്ണുനീർ തൂകി. ലക്ഷ്മണൻ ദുഃഖാധീനനായി കണ്ടപ്പോൾ സുഗ്രീവനും ഹനുമാനും ദുഃഖിതരായിത്തീർന്നു. രാമൻ ഭാണ്ഡമഴിച്ചു ആഭരണങ്ങൾ പുറത്തെടുത്തു. അവ സീതയുടേതെന്ന് തന്നെയോ എന്ന് പരിശോധിക്കാൻ ലക്ഷ്മണനു കൊടുത്തു. തനിക്കത് തിരിച്ചറിയാനാവില്ലെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. കാരണം ഒരിക്കലും അദ്ദേഹം സീതയെ നോക്കിയിരുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞു, ദേവി ധരിച്ചിരുന്ന കാൽവിരൽ മോതിരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാ ദിവസവും ആ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഞാൻ അവ കാണാറുണ്ട്. അതെ, ഇവ ജ്യേഷ്ഠത്തി ധരിച്ചിരുന്ന കാൽവിരൽ മോതിരങ്ങളാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ദേവിയുടെ പിന്നിൽ ആ കാലടിപ്പാടുകളിൽ കൂടിയാണ് നടക്കാറ്. അവിടുന്ന് എന്നും മുമ്പിലാണ് നടക്കുക. ഞാൻ ദേവിയുടെ പിന്നിലും സീതാമാതാവിന്റെ കാലടികൾ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നടക്കാറ്. അതുകൊണ്ട് ഈ മോതിരങ്ങൾ എനിക്ക് സുപരിചിതങ്ങളാണ്.
സീതയെറിഞ്ഞ ആഭരണങ്ങൾ കണ്ട് രാമലക്ഷ്മണന്മാർ ദുഃഖിതരാവുന്ന ഭാഗം അവർ അഭിനയിക്കുമ്പോൾ സുഗ്രീവനും ഹനുമാനും ആ സഹോദരന്മാരെ ആകാംക്ഷാപൂർവം നോക്കി. സുഗ്രീവൻ അവരുടെ ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ദുഃഖിക്കരുതേ. ഇന്നു തന്നെ ഞാൻ ദേവി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കും. ദുഷ്ടനായ രാവണനെ നിഗ്രഹിച്ച് ഞാൻ സീതയെ വീണ്ടെടുക്കും. അങ്ങനെ ഇരുവരെയും സന്തുഷ്ടരാക്കും. ഇതെന്റെ വാഗ്ദാനമാണ്, എന്റെ പവിത്രമായ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ രാമൻ അത്യന്തം സംതൃപ്തി പ്രകടിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, തലസ്ഥാന നഗരിയിൽ താമസിക്കാതെ താങ്കളീ കാട്ടിലിങ്ങനെ കഴിയുന്നതിന്റെ കാരണം കൂടി എന്നോട് വിശദമായി പറയൂ. ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ മാലയിൽ പുഷ്പങ്ങൾ കോർത്തപോലെ, ജപമാലയിൽ മണികൾ കോർത്തപോലെ അനുക്രമമായി സംഗതികൾ സംക്ഷേപരൂപത്തിൽ പറഞ്ഞു. മാതാപിതാക്കന്മാർ ആര്? ശരിയായ വാസസ്ഥാനം ഏത്? താനും തന്റെ ജ്യേഷ്ഠനും തമ്മിൽ ശത്രുതയുണ്ടാവുന്നതിനും അത് വർദ്ധിച്ചുവരുന്നതിനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഒട്ടും വിട്ടുകളയാതെ രാമനെ അറിയിച്ചു. സുഗ്രീവന്റെ കഥ ഏറെക്കുറെ തന്റെ കഥയുമായി സാദൃശ്യമുള്ളതായി രാമന് തോന്നി. പ്രത്യേകിച്ച് ഭാര്യാവിരഹവും രാജ്യത്തിൽ നിന്നുള്ള ഭ്രഷ്ടും. സുഗ്രീവൻ സത്യസന്ധനും ന്യായസ്ഥനുമാണെന്നും സഹോദരഭാര്യയെ തട്ടിയെടുത്ത വാനരധർമ്മങ്ങൾക്കുപോലും നിരക്കാത്ത അപരാധത്തിന് ബാലശിക്ഷ അർഹിക്കുന്നുവെന്നും രാമന് തോന്നി. തന്റെ ജനനത്തെ സംബന്ധിച്ച കഥ പറയണമെന്ന് സുഗ്രീവൻ പറഞ്ഞു. എന്റെ മുഴുവൻ ഗോത്രത്തിന്റെയും ഉത്ഭവങ്ങളെയും ചരിത്രവും ഈ പാഠത്തിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കർത്താവായ ബ്രഹ്മദേവൻ ഒരു വാനരരൂപം സൃഷ്ടിച്ചു. അതിന് ധാരാളം ശക്തി നൽകിയിരുന്നു. പക്ഷേ എന്നും അത് ചഞ്ചലസ്വഭാവമുള്ളതായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് അതിന് ഋക്ഷരാജൻ എന്നു പേരിട്ടു. എവിടെയാണ് താൻ താമസിക്കേണ്ടതെന്ന് അത് സ്രഷ്ടാവോടന്വേഷിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, കാട്ടിൽ കഴിഞ്ഞോളൂ. കാരണം അവിടെ നിന്ന് നിന്റെ ചപലതയ്ക്കനുസരിച്ച് നീങ്ങാം. നീയൊരു രാക്ഷസനെ പിടിച്ചാൽ അവനെ കൊല്ലൂ. അവന്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ആ പ്രദേശത്തെ രക്ഷിക്കൂ. ഋക്ഷരാജൻ അങ്ങനെ ദക്ഷിണപ്രദേശത്തേക്ക് കുടിയേറി. ബ്രഹ്മാവിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു ദിവസം ഋക്ഷരാജൻ ഒരു തടാകത്തിലിറങ്ങി ദാഹം തീർക്കാൻ ശ്രമിച്ചു. നിർമ്മലജലത്തിന്മേൽ തന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടു. അവൻ വളരെ അസ്വസ്ഥനായി. കാരണം തന്റെ ശത്രു തടാകത്തിൽ തന്നെ പിടിക്കാൻ കാത്തുകൊണ്ട് ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൻ തോന്നി. വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് കരയിൽ കയറുമ്പോൾ പിടിക്കാമെന്ന ഉദ്ദേശ്യത്തോടുകൂടി അവൻ കരയ്ക്കുകയറി. പക്ഷെ പ്രതിബിംബം എങ്ങനെ കയറാൻ? അവൻ വെള്ളത്തിലിറങ്ങി വീണ്ടും ഗർജിച്ചു. അപ്പോൾ ശത്രുവും ഗർജിച്ചു. അവൻ പല്ലുഞെരിച്ചപ്പോൾ ശത്രുവും പല്ലുഞെരിച്ചു. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും പ്രതിധ്വനിച്ചു. എല്ലാ ചേഷ്ടകളും പ്രതിബിംബിച്ചു. ഒടുവിൽ സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ എതിരാളിയെ ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഋക്ഷരാജൻ തടാകത്തിൽ മുങ്ങി. മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഋക്ഷരാജൻ ഒരു സ്ത്രീയായി മാറി. അത്ഭുതസ്തബ്ധയായി അവൾ കരയ്ക്കുവന്നു. സൂര്യന്റെ നേരെ തിരിഞ്ഞ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. വളരെ മനോവേദനയോടുകൂടി അവൾ ഇന്ദ്രനോടും പ്രാർത്ഥിച്ചു. സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കൊരു പുത്രനുണ്ടായി. അതാണ് സുഗ്രീവൻ, ഈ ഞാൻ. ഇന്ദ്രന്റെ അനുഗ്രഹവഴി അവൾക്കൊരു മറ്റൊരു പുത്രൻ ജനിച്ചു, എന്റെ ജ്യേഷ്ഠനായ ബാലി. ഈ രണ്ടു കുട്ടികളും പിറന്ന ഉടനെ തന്നെ അവൾ ഋക്ഷരാജനായി വീണ്ടും മാറി. ഋക്ഷൻ ഈ രണ്ടു കുട്ടികളെയുമെടുത്ത് ബ്രഹ്മാവിനെ കണ്ട് തന്റെ മുഴുവൻ കഥയും ബ്രഹ്മാവിനെ അറിയിച്ചു. ബ്രഹ്മാവിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു: ഹേ ബാലി സുഗ്രീവന്മാരെ, ദക്ഷിണപ്രദേശത്തേക്ക് പോയി കിഷ്കിന്ധയിൽ സ്ഥിരതാമസമാക്കൂ. വിശേഷനാമനും വിശാബ്ദനും നിരവധി നാമധേയങ്ങളാൽ അറിയപ്പെട്ടവനുമായ പരമപൊരുൾ രഘുരാജവംശത്തിൽ ദശരഥപിതൃരാജനെ അനുസരിച്ച് അവിടുന്ന് കാട്ടിലേക്ക് വരും. അനേകം അമാനുഷിക പ്രവർത്തനങ്ങളിലേർപ്പെടും. ഒരു കേവല മനുഷ്യനെപ്പോലെ പെരുമാറുകയും ചെയ്യും. സഞ്ചാരത്തിനിടയിൽ രാമൻ നിന്റെ ആവാസസ്ഥാനമായ കിഷ്കിന്ധയിലെത്തും. നീയുമായി മൈത്രീബന്ധം സ്ഥാപിക്കും. അവിടുന്ന് സംസാരിക്കുന്നത് കേട്ടും പാദങ്ങളിൽ സ്പർശിച്ചും ദിവ്യമായ ദർശനഭാഗ്യം നേടുക. അതുവഴി നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാവുകയും ചെയ്യും. ഞങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബ്രഹ്മാവിന്റെ ശബ്ദം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ മുമ്പാകെയുള്ള അദ്ഭുതകരമായ സംഭവത്തെപ്പറ്റി ഞങ്ങൾ സന്തുഷ്ടരായി. ഞങ്ങൾ ജപമോ തപസ്സോ കർമ്മമോ യജ്ഞമോ ഒന്നും ചെയ്തില്ല. ആ ദിവസം ഞങ്ങളിൽ ബ്രഹ്മാവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന്റെ ഫലമായിരുന്നു ഞങ്ങളുടെ സിദ്ധിയും കഴിവുമെല്ലാം. ആ ശബ്ദം നിലച്ചപ്പോൾ ബ്രഹ്മദേവനിൽ മനസാ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കിഷ്കിന്ധയിലെത്തി. അവിടെ കാടുകളിൽ താമസക്കാരായിരുന്ന രാക്ഷസന്മാരെ ഞങ്ങൾ നശിപ്പിച്ചു. ഒരു ദിവസം മയന്റെ പുത്രനായ മായാവി എന്നൊരു രാക്ഷസൻ ഞങ്ങളോട് പകരം വീട്ടാൻ വന്നു. അർദ്ധരാത്രിയിലായിരുന്നു അവന്റെ ആക്രമണം. അവൻ ഭയങ്കര കുഴപ്പങ്ങളുണ്ടാക്കി. ശത്രുവിന്റെ ഈ ധിക്കാരം ഒരു നിമിഷം പോലും സഹിക്കാൻ എന്റെ ജ്യേഷ്ഠന് സാധിച്ചില്ല. ബാലി തന്റെ സർവ്വശക്തികളുമെടുത്തുകൂടി അവനെ ആക്രമിച്ചു. മായാവി പേടിച്ചുപോയി. അവനൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ബാലി അവസാനം അവനെ അനുധാവനം ചെയ്തു.
ബാലിയുടെ പിന്നിലായി ഈ ദുഷ്ടരാക്ഷസനെ അന്വേഷിക്കുന്നതിൽ ഞാനും ഏർപ്പെട്ടിരുന്നു. മായാവി ഒളിച്ചിരുന്ന ഗുഹയിൽ ജ്യേഷ്ഠൻ കടക്കുമ്പോൾ എന്നോട് നിർദ്ദേശിച്ചു, അനുജ, ഞാൻ ശത്രുവിനെ കൊല്ലാനായി ഗുഹയിൽ കയറുകയാണ്. അവൻ രക്ഷപ്പെടാതിരിക്കാൻ ഈ പ്രവേശനദ്വാരത്തിൽ കാവൽ നിൽക്കുക. എത്ര സമയത്തോളമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 15 രാവും 15 പകലും, അത്രയും കാലം ഇവിടെ ജാഗ്രതയായി കാവലിരിക്കണം. ഞാൻ 14-ാം ദിവസം പുറത്തുവരുന്നില്ലെങ്കിൽ അവൻ എന്നെ കൊന്നിയെന്ന് ധരിച്ചോളൂ. അപ്പോൾ നിനക്ക് മടങ്ങിപ്പോകാം. ഞാൻ തികച്ചും 30 ദിവസം അവിടെ കാവൽ നിന്നു. അപ്പോളേക്കും എന്റെ ജ്യേഷ്ഠന്റേതാണെന്ന് എനിക്ക് തോന്നിയ രക്തത്തിന്റെ ഗന്ധം ഗുഹയിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു. മായാവി ജീവനോടെ കൂടി പുറത്തേക്ക് വരുമെന്ന് ഞാൻ ഭയന്നുപോയി. ഞാനൊരു വലിയ പാറക്കല്ലുകൊണ്ട് ആ ഗുഹാമുഖം അടച്ചു. ഇനിയും കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് മടങ്ങി. എന്റെ കൂട്ടുകാരെയും ശുഭകാംക്ഷികളെയും മറ്റും വിളിച്ചുകൂട്ടി അടുത്ത നടപടിയെപ്പറ്റി ആലോചന നടത്തി. അജയ്യനായ ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ മായാവി തീർച്ചയായും അസാമാന്യ പരാക്രമിയായ ശത്രുവാണെന്ന് തോന്നി. അങ്ങനെ നിരന്തരമായ ഭയത്തിൽ ഞങ്ങൾ നാളുകൾ കഴിച്ചുകൂട്ടി. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആപൽക്കാലത്ത് തങ്ങൾക്ക് ഒരു നേതാവില്ലാതെ കഴിയുന്നത് അപകടമാണെന്ന് തലസ്ഥാന നഗരിയിലെ നിവാസികൾക്ക് തോന്നി. ബാലി അന്തരിച്ചതിനാൽ ആ സ്ഥാനം ഞാൻ സ്വീകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. അധികാരം ഏറ്റെടുക്കാൻ എനിക്ക് യാതൊരു ഗ്രഹവുമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിർബന്ധിച്ചു, എന്നെക്കൊണ്ടത് സ്വീകരിപ്പിച്ചു. ഇതുകഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ബാലി മടങ്ങിയെത്തി. അദ്ദേഹം മായാവിയെ വധിച്ചിരുന്നു. സിംഹാസനത്തിൽ എന്നെ കണ്ടപ്പോൾ ബാലി അനിയന്ത്രിതമായ രോഷം കൊണ്ടുജ്ജ്വലിച്ചു. ആ ഗുഹാമുഖം ഞാൻ കല്ലിട്ടടച്ചത് ജീവനോടെ പുറത്തുവരുന്നതിൽ നിന്നുതന്നെ തടയാനാണെന്നും എന്നിൽ അടിച്ചേൽപ്പിച്ച ഭരണകർത്താവിന്റെ സ്ഥാനം ഞാൻ ബോധപൂർവം കൈക്കലാക്കാൻ ശ്രമിച്ചതാണെന്നും ബാലി അനുമാനിച്ചു. അദ്ദേഹം പകരം വീട്ടാൻ തീർച്ചയാക്കി. ഞാൻ ഏറ്റവും നിന്ദ്യനെന്ന നിലയിൽ അദ്ദേഹം എന്നോട് പെരുമാറിത്തുടങ്ങി. ഏറ്റവും ലഘുവായ കുറ്റത്തിനോ തെറ്റിനോ പോലും കുറ്റം ചുമത്തുവാൻ ആരംഭിച്ചു. എന്റെ എല്ലാ അധികാരങ്ങളും പദവികളും അദ്ദേഹം എടുത്തുകളഞ്ഞു. പരിചാരകനേക്കാൾ താണ നിലയിൽ ഞാൻ പരിഗണിക്കപ്പെട്ടു. കുടുംബഗൃഹത്തിൽ നിന്നും എന്നെ പുറത്താക്കി. എന്റെ ഭാര്യയെ അദ്ദേഹം കൈവശപ്പെടുത്തി. ഒരു ദിവസം തന്നെ നശിപ്പിക്കണമെന്ന തീരുമാനത്തോടെ ബാലി തന്നെ ആക്രമിച്ചുവെന്നും ആ ആക്രമണം തടയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും സുഗ്രീവൻ പറയുന്നു. അതുകൊണ്ട് താൻ കിഷ്കിന്ധ വിട്ട് ഇവിടെ അഭയം തേടി. തന്നെ സഹായിക്കുന്നവരും തന്നോട് സൗഹൃദത്തോടെ പെരുമാറുന്നവരും അവിടെ താമസിക്കാൻ പാടില്ലെന്ന് ബാലി നിർബന്ധിച്ചതുകൊണ്ട് അവരും അവിടെ നിന്ന് പോരുകയും തന്നോടൊപ്പം ഇവിടെ താമസിക്കുകയുമാണ്. തന്റെ ഈ ദുഃഖകഥ വിവരിക്കുമ്പോൾ സുഗ്രീവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. രാമൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുകയും സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആപത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകി. സുഗ്രീവൻ പറഞ്ഞു, ഞാൻ സുരക്ഷിതനായി ഈ കുന്നിന്മേൽ താമസിക്കുന്നത് പ്രതികാരമോഹിയായ ബാലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ്. ഒരു മഹർഷിയുടെ ശാപം മൂലം ബാലിക്ക് ഇവിടെ കയറാൻ കഴിയില്ല. അല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെയോ മുമ്പേ ബാലിയുടെ കൈയാൽ ഹതനാകുമായിരുന്നു. രാമൻ ചോദിച്ചു, സ്നേഹിതാ, ബാലിക്ക് ശാപം ലഭിച്ചതെങ്ങനെ? സുഗ്രീവൻ വിശദീകരിച്ചു, സ്വാമി, ദുന്ദുഭി മായാവിയുടെ സഹോദരനാണ്. ശക്തനായൊരു വീരനാണവൻ. പരാക്രമത്തിലും കായബലത്തിലും അവനോട് തുല്യനായി ആരുമുണ്ടായിരുന്നില്ല. പർവ്വതങ്ങളുമായും സമുദ്രവുമായും ഏറ്റുമുട്ടുന്നതിൽ അവൻ അത്യന്തം ആഹ്ലാദം കൊണ്ടു. അതുവഴി അവൻ തന്റെ ബലപ്രദർശനത്തിൽ ആനന്ദം കണ്ടു. ഒരു ദിവസം അവൻ താൻ പൂർണ്ണപ്രായമാക്കിയ ഒരു പർവ്വതശിഖരത്തിന്റെ മുമ്പിൽ നിന്ന് അതിസാഹസികമായ വിക്രമപ്രദർശനത്തിൽ അമിതാഹ്ലാദം കൊള്ളുകയായിരുന്നു. അപ്പോൾ അദൃശ്യമായൊരു ശബ്ദം ഉയർന്നുകേട്ടു, ദുന്ദുഭീ, നിന്റെ തല അത്രയും വീർക്കുവാൻ അനുവദിക്കണ്ട. സൂക്ഷിക്കൂ, നിന്നേക്കാൾ ബലവാനായ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ടും പ്രാബല്യം സ്ഥാപിച്ചുകൊണ്ടും പമ്പാതടാകത്തിന്റെ കരയ്ക്കുകൂടി സല്ലാപം സഞ്ചരിക്കുകയാണ്. ബാലിയെന്നാണ് ആ വീരന്റെ പേര്. ഈ വാക്കുകൾ അവന്റെ ചെവിയിൽ പതിച്ചതുകൂടി ദുന്ദുഭി മഹാപരാക്രമിയായൊരു മഹിഷത്തിന്റെ രൂപം സ്വീകരിച്ച് കിഷ്കിന്ധയിലേക്ക് പാഞ്ഞു. അവിടെയാണ് പമ്പാതടാകമുള്ളത്. അവൻ തന്റെ കൊമ്പുകൊണ്ട് നിലം ഉഴുതുമറിച്ച് കുന്നുകളിലും താഴ്വാരങ്ങളിലും കൂടെ മുകരയിട്ടോടി. ഉയർന്ന അഹങ്കാരത്തിൽ പിടിച്ചടക്കാൻ നിവൃത്തിയില്ലാത്ത ശക്തിയുടെ പ്രദർശനം നടത്തി. ഓരോ അടിവെപ്പിലും അവന്റെ ഉഗ്രരോഷം അനിയന്ത്രിതമായി പ്രകടിപ്പിച്ചിരുന്നു. അവൻ ചുറ്റുപാടും പരിഭ്രമവും ഭീതിയും വർദ്ധിപ്പിച്ചു. അവൻ കൊമ്പുമണ്ണിൽ തറച്ചു പുറത്തെടുക്കുമ്പോൾ വനങ്ങൾ കടപുഴകി വീണു. അവന്റെ രൗദ്രഭാവം എല്ലാവരെയും വിറപ്പിച്ചു. ചന്ദ്രനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന രാഹുവിനെപ്പോലെ അവൻ ബാലിയുടെ പ്രദേശത്തെ ഇപ്രകാരം ആക്രമിച്ചുകൊണ്ടിരിക്കെ ബാലി അവനെ കണ്ടു. നൊടിയിടയിൽ ബാലി അവനെ ആക്രമിച്ചു. ഈ 2 അസാധാരണരായ ശത്രുക്കളും മരണപ്പോരിലേർപ്പെട്ടിട്ടുള്ള 2 കാട്ടാനകളെപ്പോലെ വിജയത്തിനുവേണ്ടി അത്യന്തം സാഹസപ്പെട്ടു പൊരുതി. യുദ്ധം 6 മണിക്കൂറിലധികം നീണ്ടുനിന്നു.
ഒടുവിൽ ബാലിമാരകമായ വിധം ദുന്ദുഭിയെ പ്രഹരിച്ചു. ആ അടിയേറ്റ വേദന കൊണ്ട് ആടിയാടി അവൻ നിലത്തുവീണ് അന്ത്യശ്വാസം വലിച്ചു. ഭയങ്കര ഭൂകമ്പമുണ്ടാവുമ്പോൾ പർവ്വതശിഖരം നിലത്തേക്ക് ചുറ്റിയെറിയപ്പെടുന്നപോലെയായിരുന്നു അവന്റെ പതനം. ചാഞ്ഞുകിടന്നുകൊണ്ടുള്ള അവന്റെ വീഴ്ചയിൽ കുട്ടിയടിച്ചതിന്റെ ഫലമായി കൂറ്റൻ മരങ്ങളും അവനോടൊപ്പം കടപുഴകി വീണു. ബാലിയുടെ വിജയലഹരി അനിയന്ത്രിതമായിരുന്നു. അവൻ ആ ജഡം രണ്ടായി പിളർന്ന് ദൂരെ എറിഞ്ഞു. ഒന്ന് തെക്കും മറ്റേത് വടക്കും ചെന്ന് വീണു. ചോരയൊലിക്കുന്ന ഒരു മാംസപിണ്ഡവും എല്ലും ഒരാശ്രമത്തിന്മേൽ ചെന്ന് പതിച്ചു. ആ പരിശുദ്ധമായ പ്രദേശമാകെ രക്തവർഷമുണ്ടായി. ധ്യാനത്തിലും വേദോച്ചാരണത്തിലും ഏർപ്പെട്ടിരുന്ന തപസ്സികൾ ഞെട്ടി. അത് മാതംഗ മഹർഷിയുടെ ആശ്രമമായിരുന്നു. അദ്ദേഹം നിത്യകർമ്മമനുസരിച്ചുള്ള സ്നാനത്തിനായി നദിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. മടങ്ങിവന്നപ്പോൾ കണ്ട കാഴ്ച, ആശ്രമത്തിൽ എല്ലായിടത്തും ചോരത്തുള്ളികൾ. ഒരു ഭീകരസത്വത്തിന്റെ ജഡം കിടക്കുന്നതും അദ്ദേഹം ദർശിച്ചു. അദ്ദേഹത്തിന് ആത്മനിയന്ത്രണം സാധിച്ചില്ല. ആനന്ദത്തിൽ അറാടാൻ തപസ്സു ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വിദ്യാർത്ഥികളും രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ക്ഷമ കെട്ടു. ആരായിരിക്കും ഈ പാപം ചെയ്യാൻ ധൈര്യപ്പെട്ടതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അല്പനേരം നിന്നു. അദ്ദേഹത്തിനടക്കാൻ കഴിയാത്ത ക്രോധമുണ്ടായി. പിന്നോട്ടു നോക്കാനോ ഭാവിലേക്കുറ്റുനോക്കാനോ ആ ഉഗ്രരോഷം അദ്ദേഹത്തെ അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരു ഭയാനകമായ ശാപം പുറപ്പെട്ടു. ആ ദുഷ്ടനും പാപിയുമായ ബാലി ഈ ഗിരിയെ സമീപിക്കുകയോ നോക്കുക പോലുമോ ചെയ്താൽ അവന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. ഇതായിരുന്നു ആ ശാപം. ആ ശാപം ഭയന്ന് ബാലി ഈ കുന്നിൽ നിന്നും അകന്നു നിൽക്കുന്നു. ബാലിക്ക് ഈ സ്ഥലത്തേക്ക് വരാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ സാധ്യമല്ല. അതിനാൽ ധൈര്യത്തോടെ ഞാൻ യാതൊരു തടസ്സപ്പെടുത്തലുമില്ലാതെ അപഹൃത ഭാര്യനായി ബന്ധുജനവർജിതനായി ഇവിടെ കഴിച്ചുകൂട്ടുകയാണ്. ഒന്നും മറച്ചുവെക്കാതെ സുഗ്രീവൻ തന്റെ കഷ്ടാവസ്ഥ രാമനെ വിവരിച്ചു കേൾപ്പിച്ചു. സുഗ്രീവനെ വളരെക്കാലമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലിയുടെ ദുഷ്ടതയുടെ കഥ കേട്ട് രാമൻ അസ്വസ്ഥനായി. അദ്ദേഹത്തിന്റെ ഘോരകൃത്യങ്ങളുടെ പട്ടിക ഇനിയും ശ്രദ്ധിക്കാനുള്ള ക്ഷമ രാമനുണ്ടായിരുന്നില്ല. അധാർമികമായ പ്രവർത്തനങ്ങൾ സഹിക്കുവാൻ രാമൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ദുഷ്ടതയുടെ വർണ്ണനകൾ കേൾക്കാനും രാമൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടുന്ന് സുഗ്രീവനെ ആശ്വസിപ്പിച്ചു. ധർമാചരണത്തിലൂടെയും ഈശ്വരഭക്തിയിലൂടെയും നേടേണ്ടുന്ന ശക്തിയെയും മനോബലത്തെയും അവഗണിച്ചുകൊണ്ട് കേവലം ഭൗതികമായ ശക്തിയെയും ശാരീരിക ശേഷിയെയും മാത്രം അവലംബിക്കുന്നതുകൊണ്ടുള്ള തിന്മയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ ബാലിക്ക് കഴിയുകയില്ലെന്ന് രാമൻ സുഗ്രീവനോട് ദൃഢമായി പറഞ്ഞു. ഒരൊറ്റ ബാണത്താൽ ബാലിയെ നിലംപതിപ്പിച്ച് അവന്റെ ദുഷ്ടജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് അവിടുന്ന് പ്രതിജ്ഞ ചെയ്തു. 14 ലോകങ്ങൾ എതിർത്തുനിന്നാലും താൻ ഈ പ്രതിജ്ഞ പാലിക്കുമെന്നും രാമൻ വ്യക്തമാക്കി. രാമൻ പറഞ്ഞു, മിത്രങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടിട്ടും ശത്രുവിന്റെ വമ്പു കേട്ടിട്ടും യാതൊരു ഭാവഭേദവും ഉണ്ടാവാത്ത ആളുടെ മുഖത്ത് നോക്കരുത്. താൽക്കാലികമായ ലാഭത്തിനു വേണ്ടിയോ അടിയന്തരമായ വല്ല ആഗ്രഹവും നിറവേറ്റാനോ ദുഷ്കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടി മാത്രം ഒരുത്തനെയും ചങ്ങാതിയായി സ്വീകരിക്കരുത്. മിത്രങ്ങൾക്ക് പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിരിക്കണം. കള്ളമിത്രങ്ങളുടെ അത്യാർത്തിയും ലുബ്ധും കപടതയുമുള്ള ഹൃദയം കുടിലവും പങ്കുലവുമായിരിക്കും. കുതന്ത്രമുള്ളൊരു ഭൃത്യൻ, ഭാര്യ, ഭർത്താവ്, കപടഹൃദയമുള്ള മിത്രം, ഈ 4 കൂട്ടരും കുന്തം കൊണ്ടു കുത്തിയാലോ കൂർത്ത ആണിയടിച്ചറക്കിയാലോ ഉണ്ടാകുന്ന വേദന പോലെ യുളള വേദനയുണ്ടാക്കും. അതുകൊണ്ട് സുഗ്രീവ, സങ്കടപ്പെടാതിരിക്കൂ. എന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ കഴിവുകളും പരമാവധി ഉപക്രിയാപരവും യോജിച്ചുകൊണ്ട് ഞാൻ നിന്റെ രക്ഷയ്ക്കെത്തും. ബാലി അതിബലവാനാണ്. പക്ഷെ അതുകൊണ്ടെന്താണ്? താങ്കൾ സംശ്രാമ്നാൻ. അത്രയേയുള്ളൂ. അതാണ് താങ്കളുടെ സംശയങ്ങളുടെയും ഭയപ്പാടുകളും ടേയും കാരണം. ശരി, വിശ്വാസവും ധൈര്യവും വികസിപ്പിക്കുന്നതിനു മുമ്പേ താങ്കൾക്ക് എന്റെ ശക്തിയെ സംബന്ധിച്ച ഒരു ഉറപ്പുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാവാം. എന്നെപ്പറ്റിയുള്ള വിശ്വാസം താങ്കളിൽ ദൃഢമൂലമാവുന്നതിന് തക്കവിധം എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്? പറയൂ. ഞാൻ എന്റെ ശക്തി പ്രദർശിപ്പിക്കാം. അതുവഴി താങ്കളുടെ ഹൃദയം ധൈര്യപൂർണമാക്കും ചെയ്യാം. അതിനുശേഷം ഞാൻ ബാലിയെ ധൈര്യപൂർവ്വം നേരിടാം, വധിക്കാം. തന്നെ വിശ്വസിക്കാനും അങ്ങനെ ഭയം ഉത്കണ്ഠയും ഒഴിവാക്കാനും പ്രേരിപ്പിക്കുന്നതിനായി രാമൻ സുഗ്രീവന്റെ പുറം മൃദുവായി തലോടി. രാമന്റെ പരാക്രമം കാണാൻ സുഗ്രീവൻ ഔത്സുക്യമുണ്ടായി. വിശ്വാസത്തിന് ഒരവലംബവും ആവശ്യമായിരുന്നു. സുഗ്രീവൻ പറഞ്ഞു, രാമാ, ഒരു കാലത്ത് ജ്യേഷ്ഠനും ഞാനും ഞങ്ങളുടെ ശക്തിയും സാമർഥ്യവും ഒരു വരിയിൽ നിൽക്കുന്ന 7 കൂറ്റൻ കരിമ്പനകളുടെ മേലെ പരീക്ഷവിധേയമാക്കാൻ തീർച്ചയാക്കി. അവയെയെല്ലാം ഒരമ്പെയ്ത്ത് ഓരോന്നോരോന്നായി വീഴ്ത്താൻ ശ്രമിക്കണമെന്നായിരുന്നു നിശ്ചയം. ഞാൻ ഒരമ്പുകൊണ്ട് 3 എണ്ണം വീഴ്ത്തി. ജ്യേഷ്ഠൻ ബാലി ഒരമ്പാൽ 5 നിലത്ത് വീഴ്ത്തി. അതായിരുന്നു ബാലിയുടെ പ്രാപ്തിയുടെ പരമാവധി. ബാലിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇതിലപ്പുറം ശക്തിയുണ്ടാവണം. അവിടത്തേക്ക് അതിനാവശ്യമായ ശക്തിയുണ്ടോ എന്നും ഒരമ്പുകൊണ്ട് അങ്ങേക്ക് എത്ര സാലവൃക്ഷങ്ങളെ വീഴ്ത്താൻ കഴിയും എന്നും അറിയാൻ എനിക്ക് ഔത്സുക്യമുണ്ട്.
സുഗ്രീവനും സ്തുതിപാഠകന്മാരും ഒരേ വരിയിൽ ഭീമാകാരമായുയർന്നു നിന്നിരുന്ന സപ്തസാലങ്ങളുടെ അടുത്തേക്ക് രാമനെ കുട്ടിക്കൊണ്ടുപോയി. അവയുടെ നേർക്ക് അമ്പു പായിക്കാൻ അവർ അവിടത്തോട് ആവശ്യപ്പെട്ടു. ബാലി അവയിൽ ചിലതിനെ എയ്തു വീഴ്ത്തി. കാലത്തുണ്ടായിരുന്നതിനേക്കാൾ 4 മടങ്ങുവണ്ണം അവയ്ക്കു കൂടിയിട്ടുണ്ടായിരുന്നു. അതിനാൽ അവയിൽ 2 വീഴ്ത്തിയതന്നെ ബാലിയെ ജയിക്കാൻ തക്ക ശക്തി രാമനുണ്ടെന്ന് ഗണിക്കുവാൻ തക്കവിധം അതെല്ലാം അവർ തമ്മിൽ പറഞ്ഞു. ശാലങ്ങൾ കണ്ട് രാമനരുളി, സുഗ്രീവാ, ഈ കരിമ്പനകൾ എന്റെ ദൃഷ്ടിയിൽ ഏറ്റവും അശക്തങ്ങളും ചെറിയവയുമാണ്. അനന്തരം ഒരമ്പു തൊടുത്തു. 7 ശാലവൃക്ഷങ്ങളും താഴെ വീഴാറായപ്പോൾ അതേ അസ്ത്രം തന്നെ ശാലങ്ങളെല്ലാം വളരെ ദൂരെ സ്ഥിതി ചെയ്തിരുന്ന പർവ്വതത്തിലെ മാർഗ്ഗമധ്യയുള്ള പാറകളെ തകർത്തുകൊണ്ട് പതിച്ചു. സുഗ്രീവന് അമിതമായ ആശ്ചര്യവും ഭക്തിയുമുണ്ടായി. അദ്ദേഹം രാമന്റെ കാൽക്കൽ ദണ്ഡനമസ്കാരം ചെയ്തു. എന്നിട്ട് ആശ്ചര്യത്തോടെ പറഞ്ഞു, 100 ബാലിമാർക്കും ഈ അത്ഭുതം സാധിക്കുകയില്ല. ഞാൻ തീർച്ചയായും ഭാഗ്യശാലിയാണ്. അവിടുത്തെ മൈത്രി സമ്പാദിച്ചതുമൂലം എനിക്ക് ജീവിതത്തിൽ യാതൊരു അസ്വസ്ഥതകളുമില്ല. ഞാനൊരു ബാലിയിൽ നിന്നും അകറ്റപ്പെട്ടുവെങ്കിലും എനിക്കിന്ന് 100 മടങ്ങ് ബലശാലിയെ ഉറ്റ ചങ്ങാതിയായി ലഭിച്ചിരിക്കുന്നു. എന്റെ തെറ്റു പൊറുക്കണേ. അവിടുത്തെ ശക്തി ഈ രീതിയിൽ പരീക്ഷിക്കുന്നതിനായി എന്റെ ഇടുങ്ങിയ മനസ്സ് ഒരുങ്ങിയതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഈ രൂപത്തിൽ വന്നത് ഈശ്വരൻ തന്നെ. അവിടുത്തെ മൈത്രിയാൽ അനുഗൃഹീതനായ ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ്. എന്റെ ദുഃഖം ഇന്നവസാനിച്ചിരിക്കുന്നു. എന്റെ കിഷ്കിന്ധവേഗമെന്നെ തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷ എന്റെ ഹൃദയത്തിൽ ഉദയം കൊണ്ടുമിരിക്കുന്നു. ഭാര്യയും കുട്ടികളും ഒന്നിച്ച് എനിക്ക് രണ്ടാമതും ജീവിക്കാമെന്നതുകൊണ്ട് ഞാൻ യഥാർത്ഥമായും സന്തുഷ്ടനാണ്. അതെപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന ചിന്തയേ ഇനി എനിക്കുള്ളൂ. തീർച്ചയായും അത് രാമന്റെ ഇച്ഛയെയും അവിടുത്തെ അനുഗ്രഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം തീരുമാനിക്കുന്ന ആ നിമിഷത്തിൽ അത് നിറവേറ്റപ്പെടുകയും ചെയ്യും. രാമൻ മാത്രമേ തന്നെ സഹായിക്കുവാൻ സാധിക്കുള്ളൂവെന്നും രാമനെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂവെന്നും സുഗ്രീവൻ ബോധ്യമായി. സുഗ്രീവൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടു പറഞ്ഞു, രാമ, അവിടുത്തെ ഇച്ഛ, കരുണാർദ്രത അവയാണ് എന്റെ ഏക അഭയസ്ഥാനം. എന്റെ സങ്കടങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കുക. എപ്പോഴായിരിക്കും? എഴുന്നേറ്റ് നിന്ന് സുഗ്രീവൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ രാമ, ഇതുവരെ ഞാൻ ബാലിയെ എന്റെ ഏറ്റവും വലിയ ശത്രുവായും കരുതുകയും അദ്ദേഹത്തെ പേടിച്ച് വിറയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉപകാരിയായി കാണുന്നു. അദ്ദേഹത്തെ ഭയന്നാണ് ഞാൻ മലനിരയിൽ താമസമാക്കിയത്. താൻ ഇവിടെ ആയതുകൊണ്ട് അവിടുത്തെ ആഗമനം കാണാനും തമ്മിൽ സഖ്യമുണ്ടാകാനും അതുമൂലം അനുഗൃഹീതനാവാനും കഴിഞ്ഞു. ബാലിയാണ് ഈ സംഭവവികാസങ്ങളുടെയെല്ലാം ആദികാരണം. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും എനിക്ക് ഉപകാരദാതാവാണ്. രാമ, നാം സ്വപ്നത്തിൽ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുന്നു. അയാളെ ഏറ്റവും ശക്തിയായി വെറുക്കുന്നു. അയാളെ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നാം അവലംബിക്കുന്നു. എന്നാൽ അതേസമയം നാം ഉറക്കവുമാണ്. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ആ വിദ്വേഷവും സമരവും അയാഥാർത്ഥവും അടിസ്ഥാനരഹിതവുമാണെന്ന് അറിയുന്നു. അവിടുത്തെ ദർശനം എന്നെ മോഹനിദ്രയിൽ നിന്നും ഉണർത്തിയിരിക്കുന്നു. ആ സ്വപ്നത്തിലായിരുന്നപ്പോൾ ഞാൻ ബാലിയെ വെറുത്തു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശത്രുതത്തോടു കൂടിയുള്ളവയാണെന്നും വ്യാഖ്യാനിച്ചു. വിവരമില്ലായ്മകൊണ്ട് ഞാൻ അദ്ദേഹവുമായി പൊരുതി. ഇപ്പോൾ അവിടുത്തെ ദർശിച്ചതുകൊണ്ടും ഉപദേശങ്ങൾ ശ്രവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ടും ഞാനെന്റെ നിദ്രയിൽ നിന്നും ഉണർന്ന് ബോധാവസ്ഥയിലെത്തിയിരിക്കുന്നു. അവിടുത്തെ പവിത്രമായ പാദങ്ങളുടെ സ്പർശനം എനിക്ക് സത്യദർശനം നൽകിയിരിക്കുന്നു. വളരെക്കാലമായി ഞാൻ പോറ്റിയിരുന്ന വിദ്വേഷം, അസൂയ, ദുരാശ, അഹന്ത, ബാലിയോടുള്ള ശത്രുതം, പ്രതികാരം ചെയ്യാനുള്ള പദ്ധതികൾ ഇവയെല്ലാം എന്നെ ദുർബലനാക്കിക്കൊണ്ടിരുന്നു. എന്റെ നിന്നുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അവിടുത്തെ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചു. എനിക്കവിടുത്തെ ലഭിച്ചു. എന്റെ പ്രാർത്ഥന തപസ്സായി ഗണിക്കപ്പെട്ടു. എന്റെ ക്രോധം പ്രേമമായി രൂപം